ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ക്ലാസിക് ടാസ്കുകളെന്നറിയപ്പെടുന്ന നമ്മുടെ ഹോട്ടൽ ടാസ്ക് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആദില എന്ന് പറയുന്നത് മുതലാളിയുടെ മകളാണ്. ആദിലയ്ക്ക് ചില പ്രത്യേക പവറുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അഹങ്കാരിയും ദൂർത്തടിക്കാരിയും ഒക്കെയാണ് ആദില. 1 മണിക്കൂറിനുള്ളിൽ ആദിലയുടെ കയ്യിലൊരു സാധനം കിട്ടുന്നുണ്ട്. അതിന് പ്രത്യേക പവറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആര്യൻ എന്ന് പറയുന്നത് ആദിലയുടെ ഫ്രണ്ടാണ്. ആളുടെ കണ്ണ് നമ്മുടെ ആദിലയുടെ സ്വത്തിലാണ്. ആളൊരു വയലിനിസ്റ്റ് ആണ്. ലക്ഷ്മി എന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ ജനറൽ മാനേജറാണ്. വളരെ കർക്കശക്കാരിയാണ്. എല്ലാവരെയും ശകാരിക്കുന്ന എന്നാലും മുതലാളിയോട് വിശ്വസ്തത ഉള്ള ഒരാളാണ് നമ്മുടെ ലക്ഷ്മി. അനുവിൻ്റെ അടുത്താണ് ബാക്കിയുള്ള തൊഴിലാളികളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അക്ബർ റന അസിസ്റ്റൻറ്റ് മാനേജറാണ്. പിന്നെ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. നെവിൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ ബിന്നി എന്ന് പറയുന്നത് ഷെഫാണ്. പ്രത്യേകിച്ച് സാൻഡ്വിച്ച് സ്പെഷ്യലിസ്റ്റൊക്കെയാണ് നമ്മുടെ ബിന്നി. അതുപോലെ ഒന്നിയിൽ ജിഷിൻ അസിസ്റ്റൻറ്റ് കുക്കാണ്. ജിസേൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആണ്. നമ്മുടെ റഷ്യൻ കമാൻഡോയൊക്കെയാണ്. AK-47 എന്നൊക്കെയാണ് നമ്മുടെ ജിസേലിൻ്റെ വിളിപ്പേര്. വിസിൽ മുഴങ്ങുന്ന സമയത്ത് എല്ലാവരും പരിശോധിക്കാനുള്ള പവറൊക്കെ നമ്മുടെ ഈ സെക്യൂരിറ്റിക്ക് ഉണ്ട്. ഷാനവാസും മനീഷും സർവീസിലാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് കണ്ണ് വെട്ടിച്ച് ടിപ്പ് വാങ്ങാനുള്ള അധികാരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാബുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ്. ഈ പ്രതിമയുടെ മുന്നിൽ കോയിനിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നുണ്ടെങ്കിൽ വലത് കയ്യിലുള്ള വടി ഇടത് കൈയിലേക്ക് പിടിച്ചായിരിക്കും സൂചന നൽകുന്നത്. പിന്നെ നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ്ങിലായിരിക്കും. ഇതാണ് ഈ ടാസ്കിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗസ്റ്റൊക്കെ വരാനുണ്ട്. നമുക്ക് വഴിയെ കാര്യങ്ങൾ മനസ്സിലാക്കാം.